അടുത്തൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ടിരുന്ന എൻ്റെ ഒരു സാധനമാണ്. കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു പെട്ടിയുടെ വലിപ്പം കാണുമ്പോൾ ഗസ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് തുറക്കാം. ഹലോ പീപ്സ്, സോ ഇന്നും ഞാൻ അടുത്തൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതും ഞാൻ ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ടിരുന്ന എൻ്റെ ഒരു സാധനമാണ്. സോ ഫോർ ദ ബിഗിനേഴ്സ് ഓഫ് യൂട്യൂബേഴ്സ്, നമ്മുടെ യൂട്യൂബേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഞാൻ സ്വന്തമായിട്ട് യൂട്യൂബർ എന്നൊക്കെ പറയുന്നു. അപ്പം എന്താണെന്ന് നോക്കിയാലോ, ഇപ്രാവശ്യവും കുറച്ച് വലിയ പെട്ടിയാണ് ഗൈസ്. കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു പെട്ടിയുടെ വലിപ്പം കാണുമ്പോൾ ഗസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ഗസ് കമൻറ്റ് ചെയ്തോ, അത് കറക്റ്റാണോ നോക്കാമല്ലോ. അപ്പം നമുക്ക് അൺബോക്സ് ചെയ്യാം. ആക്ച്വലി ഇതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പോലെ ആകാംക്ഷയിൽ പൊട്ടിച്ച് നോക്കിയതാണ്. പക്ഷേ ഞാൻ വർക്കിംഗ് ഒന്നും അത്ര നോക്കിയില്ല, നിങ്ങളോട് കാണിച്ചിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് തുറക്കാം. യെസ്, ഇതൊരു റിംഗ് ലൈറ്റ് ആണ് ഗൈസ്. LED റിംഗ് ലൈറ്റ് കണ്ടു, വലിയ റിംഗ് ലൈറ്റ്. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത വിഷ് ലിസ്റ്റിൽ നിന്ന് ഞാൻ കട്ട് ഔട്ട് ചെയ്ത സാധനം. അപ്പം നമുക്ക് തുറന്നു നോക്കിയാലോ. എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഇനി ഞാനൊരു തകർക്കും. നിങ്ങളെ സപ്പോർട്ട് വേണേ. അപ്പം നമ്മൾ നോക്കുമ്പോൾ ബബിൾ റാപ്പ് ഒക്കെ ചെയ്തൊരു സംഭവം വരും. കണ്ടോ, വേറെ ഒന്നുമില്ല കേട്ടോ, അത്രയും. ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ്. ഇത് ഞാനിങ്ങനെ എല്ലാവരുടെയും കയ്യിലിരിക്കുന്നത് കാണുമ്പോൾ ആഗ്രഹിച്ചിട്ടുള്ള സാധനമായിട്ടോ. കേട്ടോ, ഇതാണ് എൻ്റെ റിംഗ് ലൈറ്റ്. ഞാൻ നിങ്ങളെ കത്തിച്ച് കാണിക്കാം, പക്ഷേ എനിക്ക് അപ്പുറത്തിറങ്ങേണ്ടി വരും. കാണിക്കാട്ടോ. ഇതാ കണ്ട, വലിയ റിംഗ് ലൈറ്റ്. പിന്നെ ഇതിൻ്റെ ഇവിടെ പവർ ഓൺ ചെയ്യാനും ബ്രൈറ്റ്നസ് കൂട്ടാനും ഒക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, ബട്ടൺസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് ഇത് ഫിക്സ് ചെയ്യാനുള്ള ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു. ഇവിടെ നമ്മളിങ്ങനെ ഇവിടെ ലേബിൾ കളിക്കില്ല യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ കേട്ടോ, ഹൈ കൊള്ളാം. അപ്പം അങ്ങനെ ഫിക്സ് ചെയ്യാനുള്ളൊരു സംഭവമുണ്ട്. പിന്നെ അതെ വേറൊരെണ്ണം ആ ഒരു സംഭവമാണ്. പിന്നെ ഒരു സ്റ്റാൻഡ് കിട്ടുന്നുണ്ട് കേട്ടോ, ഒരു കുട്ടി സ്റ്റാൻഡ് ഉണ്ട്. കണ്ടോ, നമുക്കിവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഇവിടെയാണോ, എവിടെയൊക്കെയോ ഫിക്സ് ചെയ്യാം എന്നുള്ള സംഭവമാണ്. പിന്നെ നമ്മൾ വാങ്ങിയ സ്റ്റാൻഡില്ലേ, നമുക്ക് സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ ഗ്യാരണ്ടി പേപ്പേഴ്സും ഒക്കെയാണ്, അതൊക്കെയാണുള്ളത്. ഇതിലെല്ലാം എഴുതിയിട്ടൊക്കെ ഉണ്ട്, നമുക്ക് പഠിച്ചിരിക്കാം. അങ്ങനെ എൻ്റെ റിംഗ് ലൈറ്റ് കിട്ടിയിരിക്കുന്നു ഗായ്സ്. എങ്ങനെയുണ്ട്? ഞാനിത് കത്തിച്ച് കാണിക്കാം കേട്ടോ. ഒരു സെക്കൻഡ്. അഡാപ്റ്റർ ഒന്നും ഇല്ലാതെ നമ്മൾ തന്നെ എടുക്കണം. ഞാൻ എൻ്റെ ഉള്ളിൽ അഡാപ്റ്റർ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എൻ്റെ ലൈറ്റ്നസ് തോന്നുന്നുണ്ടോ എന്ന് മനസ്സിലാവുന്നു. പറയുന്നു. കണ്ടോ ഗൈസിൻ്റെ വർക്കിംഗ് ഒക്കെ നല്ല രസമില്ലേ? എനിക്ക് മെയിൻ പ്രശ്നമാണ് കേട്ടോ ലൈറ്റ്. എനിക്ക് എപ്പോഴും ഭയങ്കര പ്രശ്നമായിട്ടുള്ള സംഭവമാണ് ലൈറ്റ്നിങ് എന്ന് പറയുന്നത്. ഇപ്പം തന്നെ ഞാൻ വെയിലൊക്കെ നോക്കിയിട്ട് എനിക്ക് അപ്പോൾ രാത്രിയിലൊക്കെ ആകുമ്പോൾ ഭയങ്കര പാടാണ്. ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാറില്ല. മാക്സിമം എനിക്കൊരു ഉച്ചയ്ക്ക് ഒരു ടൈം ഒക്കെ ഉള്ളൂ. പിന്നെ റൂമിൽ ലൈറ്റ് വരുന്ന സൈഡ് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് എടുക്കാറ്. മിക്കപ്പോഴും എൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്കൊരു 2 to 3 ആ ഒരു ടൈമിലൊക്കെ എനിക്ക് കറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റാറുള്ളൂ. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് കുറേ വീഡിയോസ് ഒന്നും കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റ് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കനേക്ക് പൊട്ടിക്കാനും മറക്കരുത്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഇനി നമുക്ക് എന്താണുള്ളത്, മൈക്കൂട് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം സോൾവ് ആക്കാം. പയ്യെ 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 നമ്മൾ ഓരോ ബേബി സ്റ്റെപ്സ് വെച്ച് തരാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ഓക്കെടാ, ബൈ.